ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചിരട്ടയും ചകിരിയും ഇനി കത്തിച്ച് കളയണ്ട കേട്ടോ. ഇതുവരെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്തായാലും പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ചകിരി എത്ര ഉണ്ടെങ്കിലും കളയണ്ട കേട്ടോ. ഒരുപാട് ടിപ്സുകളുണ്ട്, അതിൽ നിന്ന് കുറച്ച് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും കേട്ടോ. അപ്പോൾ നമ്മളിതാ ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ചകിരി നമുക്ക് ആവശ്യമുള്ളത് ഒരു 2-3-4 പീസ് ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു തേങ്ങയുടെ മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു പീസുകളാണ്. അത് കാരണമാണ് ചെറിയ ചെറിയ നീളത്തിലുള്ളത്. അപ്പോൾ അത് നമുക്ക് സൈസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പാകപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാ ഡസ്റ്റൊക്കെ നമുക്ക് പരമാവധി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ പോകുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒപ്പാക്കി വെട്ടി ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കൊരു കേബിൾ ടൈ വേണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു വുഡിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. ഞാനൊരു സ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിക്കിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ചകിരി ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കേബിൾ ടൈ ഉപയോഗിച്ച് കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഒരിക്കലും ഒന്ന് വിട്ട് വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതുപോലെ കേബിൾ ടൈ കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ നിൽക്കുന്ന ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്രഷ് നിങ്ങൾക്ക് അടുക്കളയിൽ എന്തായാലും പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ വട്ടം കുറവ് ഹൈറ്റ് കൂടുതലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൈയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ച് ലിക്വിഡ് എടുക്കുക. ഞാൻ വെള്ളത്തിൽ ഡിഷ് വാഷ് ലിക്വിഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ആ അഴുക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഗ്ലാസ് മാത്രമല്ല, നമുക്ക് ഇതുപോലെ ഹൈറ്റുള്ള എന്ത് പാത്രങ്ങളും, ഈ വാട്ടർ ബോട്ടിലാണെന്നുണ്ടെങ്കിലും പുട്ടുകുറ്റിയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ബ്രഷ് നമുക്ക് കിച്ചണിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്പാണ്. അപ്പോൾ ഒന്ന് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ചകിരി എന്നാലും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡസ്റ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തതാണ്. അതേപോലെ തന്നെ കനം കുറഞ്ഞിട്ടുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കനമുള്ള കമ്പി എടുക്കുന്നില്ല, വളരെ കനം കുറഞ്ഞ കമ്പി. നമുക്കത് മടക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് മടങ്ങുന്ന രീതിയിലുള്ള കമ്പിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നടുഭാഗം ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ആ നടുഭാഗം മടക്കാനുള്ളൊരു ഇത് കൊടുത്തതിന് ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഈ ഒരു ചകിരിനാര് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ച് അതിന് ആ ചകിരിയുടെ നാര് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കമ്പിയുടെ നടുഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കമ്പി ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് നമുക്കത് ആ ഒരു ചകിരിനാരോടെ കറക്റ്റായിട്ട് നിൽക്കണമല്ലോ. അത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പിരിച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പിരിക്കുക കേട്ടോ. അങ്ങനെ പിരിക്കുമ്പോൾ നമ്മൾ ഓരോ ആ ഒരു പിരിയിലും ആ ചകിരിയുടെ നാര് ലോക്കാവും. അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. നന്നായിട്ട് ടൈറ്റായി കിട്ടും, നാരൊന്നും വിട്ട് വരില്ല. ആ നാരെല്ലാം ആ കമ്പിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം വീതി വേണം അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വളരെയധികം ചെറിയ ബ്രഷ് രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. നമുക്ക് വളരെ ചെറിയ ചെറിയ നാരുകളാണ് ആവശ്യമായിട്ടുള്ളത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുട്ടികൾ എപ്പോഴും ഉപയോഗിക്കുന്നതായിരിക്കും ഇതുപോലത്തെ സ്ട്രോകൾ. ആ സ്ട്രോകളുടെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ നമുക്ക് ബ്രഷ് കിട്ടും, അത് വളരെ പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു സ്ട്രോയിനുള്ളിലുള്ള അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിതൊന്ന് കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. റീയൂസബിൾ ആയിട്ടുള്ള സ്ട്രോകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾക്ക് പല കാരണങ്ങൾ കൊണ്ട് മുഖത്ത് കരിമങ്ങല് വരാറുണ്ട്. കഴുത്തിലും മുഖത്തും കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ, മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ വന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഗ്ലോബറി ഫേസ് പാക്ക് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇത് സ്ഥിരമായിട്ട് കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ മാത്രമാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, അതേപോലെ തന്നെ മുൾട്ടാണി മൾട്ടി, അതിമധുരം, മഞ്ചിഷ്ട, റോസ് പെറ്റൽസ്, അതേമാതിരി ലോട്ടസ് ഫ്ലവർ, ഓട്സ്, ബദാം, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ, ഗ്ലോബറി ഫേസ് പാക്ക്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കെമിക്കലുകളോ ഒന്നുമില്ല, ആർട്ടിഫിഷ്യൽ കളറുകളോ ഫ്രേഗ്രൻസോ ഒന്നും ചേർത്താണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പൗഡറാണ്.
പിന്നെ ഇത് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിന് എന്താണോ സൂട്ടാവുന്നത്, അതായത് പാലോ അല്ലെങ്കിൽ തൈരോ റോസ് വാട്ടറോ അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നിങ്ങളുടെ ഫേസിൽ കഴുത്തിലും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്ത ഈ ഒരു നാച്ചുറൽ ഫേസ് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് ഇനി നമുക്കിത് കൂടുതൽ പറയേണ്ട കാര്യമേ ഇല്ല. ഒരുപാട് പേര് വാങ്ങിക്കുകയും അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് തലമുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു കെമിക്കലിൻ്റെ സഹായമില്ലാണ്ട് നാച്ചുറലായിട്ട് കാച്ചിയെടുത്തിട്ടുള്ളതാണ്. വെളിച്ചെണ്ണയിലാണ് കാച്ചിയെടുക്കുന്നത്. നമ്മുടെ കേശ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോകുന്നത്, മുടി വളരാത്ത പ്രശ്നം, അതേപോലെ തന്നെ അകാല നിര, അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് മുടി വളരാനും പിന്നെ സ്ട്രെസ്സ് മൂലം നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. നമ്മളിത് വളരെയധികം സമയമെടുത്ത് തയ്യാറാക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. നമ്മൾ വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കലുകളോ അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറുകളോ ഫ്രേഗ്രൻസോ ഒന്നും ചേർക്കുന്നില്ല. ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറുപ്രായത്തിലുണ്ടാകുന്ന അകാല നിരയെ നമുക്ക് തടയാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഇതുപോലുള്ള ചകിരികൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കത്തിക്കാറുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെടികൾക്ക് താഴെ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചകിരി എടുക്കുന്നുണ്ട്. അത് ചകിരീനെ ഞാൻ നന്നായിട്ട് അതിൻ്റെ ഒരു പൊടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കൈ വെച്ചിട്ട് ഇത് നാരങ്ങ എടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒറ്റ തവണ കൃഷി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഡസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മിക്സിയിലൊന്ന് കറക്കി എടുത്തുള്ള ചകിരിനാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചകിരിനാര് ഇതുപോലെ ഒന്ന് കൊട്ടുന്ന സമയത്ത് അതിൻ്റെ ആ ഡസ്റ്റൊക്കെ ആ ഒരു താഴ്ഭാഗത്തുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ചകിരിയുടെ നാരൊന്ന് നമ്മളൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള കംപ്ലീറ്റ് ഡസ്റ്റുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ചകിരി നമുക്ക് എടുത്തു വയ്ക്കാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ ഒരു ചകിരിനാര് വെച്ചുള്ള മറ്റൊരു ടിപ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എടുക്കുന്നത് അതിൻ്റെ ഡസ്റ്റ് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഡസ്റ്റിൽ നമ്മൾ പരമാവധി നമ്മൾ കൈകൊണ്ട് തന്നെ അതിൻ്റെ ആ നാരൊക്കെ ഒന്ന് കളയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കതിൽ കുറച്ചധികം നല്ല നാരുകളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് ചെറിയ ഉരലോ അല്ലെങ്കിൽ അമ്മിയോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു ഉരലിലേക്ക് ഞാൻ മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ കൂടെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏലക്കായയാണ് കേട്ടോ. ഏലക്കായ മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലുള്ളത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏലക്കായയാണ് ഞാൻ ചേർത്തുന്നത്. നമ്മളതിൻ്റെ കുരു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പൂക്കളോ നല്ല മണമുള്ള പൂക്കളോ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചക്കൽപ്പൂരോ അല്ലെങ്കിൽ കർപ്പൂരോ ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഏലക്കായുടെ സ്മെല്ലാകുമ്പോൾ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ നല്ലൊരു മണം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് തൊലിയില്ലാതെ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് പൊടിക്കുക കേട്ടോ. ചകിരിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു പൊടി നമുക്ക് നന്നായിട്ട് നൈസായി കിട്ടണം. അതിൻ്റെ കൂടെ ഏലക്കായയും കൂടി പൊടിഞ്ഞ് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇനിയും നിങ്ങൾക്ക് നല്ല തരി ഉണ്ടെന്നെങ്കിൽ ചെറുതായിട്ടൊന്ന് തരിച്ചും കൂടി എടുത്താൽ മതി. അപ്പോൾ നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി നല്ലൊരു മണമാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ചേർത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർപ്പൂരം പൊടിച്ച് ചേർത്താം, പച്ചക്കർപ്പൂരം ചേർത്താം. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ സാമ്പ്രാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം നെയ്യാണ് നെയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ കട്ടിയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ നെയ്യും കൂടി ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആ നെയ്യിൻ്റെ ഒരു നനവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അങ്ങനെ നനവ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആ ഒരു സാമ്പ്രാണി എങ്ങനെ വേണം അതുപോലെ നമുക്ക് പിടിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പോട് കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. സ്പൂണിലേക്ക് നമ്മളിത് വെച്ച് അമർത്തുന്ന സമയത്ത് നല്ല ഷേപ്പായിട്ട് അതായത് ഒരു സ്പൂണിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നല്ല ഷേപ്പോട് കൂടിയിട്ട് നമ്മൾ നൈസായിട്ടുള്ള പൊടി ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല നീറ്റായിട്ടുണ്ടാവും. അപ്പോൾ കണ്ടോ, നല്ല നെയ്യിൽ മിക്സ് ചെയ്തെടുത്തുള്ള സാമ്പ്രാണി സൂപ്പർ സ്മെല്ലാണ് കേട്ടോ.
നമ്മളിപ്പോൾ ഉണ്ടാക്കിയുള്ള സാമ്പ്രാണി കത്തിക്കുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. ഞാൻ 2 ചിരട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഒന്ന് ചെറുതും അതിനേക്കാട്ടിലും കുറച്ചും കൂടി വലിപ്പം കൂടിയതുമായിട്ടുള്ള 2 ചിരട്ടകളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ചെറുതും ഒരു വലുതും അതാണ് ആദ്യം എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പരമാവധി ചെറുതായിട്ടൊന്ന് മിനുസപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ ആ ഒരു കറുപ്പ് കളർ വരുന്ന രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത ചിരട്ടയിൽ ചെറിയ ചിരട്ടയിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 8-10 ഹോൾസോളം ഉള്ളൂ, അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിലും ഇതുപോലെ ചിരട്ടയിൽ ഹോൾ ഇടാനുള്ള ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ കമ്പി എടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അമർത്തുന്ന സമയത്ത് അവിടെ കരിഞ്ഞിട്ട് ഹോൾ വരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഞാൻ ചിരട്ടയുടെ ചെറിയ ഭാഗം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തത് എന്തിനാ വെച്ചാൽ നമ്മളത് ആദ്യം എടുത്ത ചിരട്ടയിൽ വലിയ ചിരട്ട ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം. നമുക്ക് ഏത് ഇതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കറക്റ്റായത് വെച്ച് അതൊന്ന് ഒട്ടിക്കണം. ഒട്ടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലെക്സ് ക്യൂക്കിൻ്റെ ഗമ്മാണ് കേട്ടോ. ഒട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ സ്ട്രോങ് ആയി നിൽക്കുന്നൊരു ഗമ്മാണ്. ചിരട്ടകൾ തമ്മിൽ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ചിരട്ട മുറിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഒരു പൊടി വരുമല്ലോ, ആ ഒരു പൊടിയും കൂടി നമ്മൾ ആ ഗമ്മിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഹോളിട്ട് വെച്ചിട്ട് ചിരട്ട ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ചെറിയ ചിരട്ട നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സാമ്പ്രാണി ഉണ്ടല്ലോ, ആ സാമ്പ്രാണി എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേണ്ടത് ഒരു മൺവിളക്കാണ് കേട്ടോ. മൺവിളക്ക് എടുത്തിട്ട് ആ ചിരട്ടേൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് ആ ഒരു സാമ്പ്രാണി അതിൽ വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിളക്ക് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ചിരട്ടയിൽ നേരിട്ട് നമ്മൾ തീ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ ചിരട്ട പെട്ടെന്ന് കത്തും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളിൽ നമ്മളിതുപോലെ ഒരു മൺവിളക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൺവിളക്ക് വെച്ചുകൊണ്ട് തന്നെ ചിരട്ട ഒരിക്കലും കത്തി നശിച്ചു പോവില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയില്ലേ സാമ്പ്രാണി ഒട്ടും തന്നെ വെള്ള നനവില്ലാത്തത് കൊണ്ട് ഈസി ആയിട്ട് കത്തുന്നതായിരിക്കും കേട്ടോ. ഒന്ന് കത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് തീ ഒന്ന് അണച്ചു കൊടുത്താൽ അണച്ചതിന് ശേഷം പുക വരുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ മറ്റൊരു ചിരട്ട വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോളിലൂടെ നല്ലൊരു സ്മെല്ല് നമുക്ക് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മുടികളിലൊക്കെ നമ്മൾ സാമ്പ്രാണി പുക കാണിക്കില്ലേ, ആ ഒരു സമയത്തൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തീ പിടിക്കാതെയും അതിൻ്റെ ആ ഒരു തീയൊന്നും എവിടെയും ആവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ടയൊക്കെ നന്നായിട്ട് ഉരച്ച് ഷൈനിങ് ആക്കി ആ ഒരു ബ്ലാക്ക് കളർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം. വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ചിരട്ടയൊക്കെ നമുക്ക് മിനുസപ്പെടുത്തി പോളിഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.